ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ബട്ടർ നാൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺ ഉൾപ്പെടെയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോൺലെസ് പീസും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ കസൂരി മേത്തി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കി വരുന്നതാണ്. ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുക്കുകയോ അല്ലെങ്കിൽ ഗ്രില്ലാക്കി എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഒരു സമയത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 ബാച്ചും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ ചെയ്താലും മതി. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേറൊരു പാനിൽ ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ അതുപോലെ 2 കറുവയുടെ ഇല, അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയാണ് ഗരം മസാല ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് തന്നെ വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ തക്കാളി ആണെങ്കിൽ 3 തക്കാളി വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. 10-12 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൂടി പോകരുത്. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം.
ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കറി നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് കറി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ബട്ടർ നാൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.